നല്ലൊരു മഴയ്ക്ക് ശേഷം ആകാശം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നു. പാടത്ത് ഇന്നലത്തെ മഴയുടെ പവർ നന്നായി കാണിക്കുന്നുണ്ട്. വെളുത്ത ആകാശത്തിന്റെ സ്വഭാവം വീണ്ടും മാറാൻ തുടങ്ങി. മൂപ്പര് അടുത്ത മഴ പാസ്സാക്കിയിരിക്കണ്. പോരാത്തതാണെങ്കിലോ നല്ല ഒഴുക്കും. എല്ലാം കൂടെ കണക്ക് കൂട്ടിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ പരിപാടി 3G ആയി. അതന്നെ മൂഞ്ചിന്ന് മനസ്സിലായി. പാടത്തുനിന്ന് ടാറ്റ പറയാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടി. അതെ, കൂട് തപ്പുകയാണ് മൂപ്പരും. പ്രതീക്ഷിക്കാത്ത മഴ നമ്മളെയും വെള്ളത്തിലിറക്കിയിട്ടുണ്ട് കൂട് തപ്പാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വല്യപ്പാന്റെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവും. കൂട് കരക്കെത്തിയപ്പോൾ നല്ല പെടയ്ക്കണ സൗണ്ടൊക്കെ കേൾക്കും. വല്യപ്പാനെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് നമ്മൾ വല്ലാതാണ്ട് അടുത്തേക്ക് പോയിട്ടില്ല. കോഴിത്തീറ്റ ഇതേപോലെ കിഴിയാക്കിയിട്ട് കെട്ടിയിട്ടാണ് കൂട്ടിലിട്ടിട്ടുള്ളത്. മൂപ്പരെ ടാർഗറ്റ് നമ്മളെ പോലെ വലിയ മീനൊന്നല്ല, ചെറിയ മീനെ കിട്ടിയാൽ മതി മൂപ്പർക്കും. ഇതേപോലത്തെ പുള്ളിപ്പരല് ഇതായിരുന്നു കൂട്ട് കടന്ന് പടച്ചിരുന്നത്. ആളെങ്കായും വലിപ്പമുള്ള കാലായിട്ട് നടക്കുന്ന ഈ ചെമ്മീനും ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മുണ്ടച്ചെമ്മീൻ എന്നാട്ട പറയാ. പല നാട്ടിലും പല പേരാണ് മൂപ്പർക്കുള്ളത്. എന്തായാലും നിങ്ങളെ നാട്ടിൽ എന്താ പേരെന്ന് ഒന്ന് കമന്റ് ഇടണേ. പോരാത്തതിന് പേരറിയാത്തൊരു മീനും കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് ഏകദേശം കാളാഞ്ചിക്കുട്ടിയുടെ അതേപോലത്തെ ഷെയ്പ്പൊക്കെ ഉണ്ട്. പക്ഷെ പേരെന്താന്ന് വല്ല ഐഡിയ ഇല്ല. ഇതിന്റെ പേരും കൂടി ഒന്ന് കമന്റിൽ ചേർത്തോളേ. ഒറ്റ കൂടെടുത്തപ്പോൾ തന്നെ മൂപ്പർക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനുകളൊക്കെ ഇത്ര വലിപ്പം വെക്കുള്ളൂ കേട്ടോ. നേരത്തെ കണ്ട ആകാശം ചെറുതായി ഒന്ന് പെയ്തിട്ടുണ്ട്. എന്നാലും വിട്ടുകൊടുക്കൂല എന്നിട്ട് ചോരാത്ത വീഡിയോയുമായി മൂപ്പര് കൂട് വെക്കുന്നത്. ഫിഷിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളി. ഇതുപോലത്തെ വെറൈറ്റി മീൻപിടുത്തങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും.